Hi guys, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി ഇളനീർ പുഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണല്ലേ ഇളനീർ പുഡിംഗ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ കൂടി കാണും. അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇളനീർ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ഇളനീർ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളനീർ വെള്ളത്തിൽ തന്നെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്താണ് നല്ലൊരു ഇളനീരിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം മെൽറ്റ് ചെയ്യാം. ഇനി വേണ്ടത് ഇളനീറിൻ്റെ കാമ്പാണ്. ഞാനിവിടെ ഒരു ഇളനീർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതിനെ അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇളനീറിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇളനീർ വെള്ളം ഇത്രയൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിവിടെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി പാലിൻ്റെ മിക്സ് റെഡിയാക്കിയതിന് ശേഷമാണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് പാലിൻ്റെ മിക്സും കൂടി റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അടുപ്പിൽ പാലിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇത്രയ്ക്ക് വേണ്ടെങ്കിൽ പകുതി മിൽക്ക് മെയ്ഡും ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിന് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഇളനീരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും മെൽറ്റ് ആവാത്ത. അപ്പോൾ അങ്ങനത്തെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് പുഡിങ്ങിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ അരിക്കണമെന്നില്ല. ഇതിനെ ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. 2 മണിക്കൂറിന് ശേഷമാണ് പുഡിങ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത്. പുഡിങ് ഇവിടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ കുറച്ച് ചെറീസും ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് പുഡിങ് ബാക്കി ഉണ്ടായിന്. അത് ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്തത്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. പുഡിങ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അധികം കട്ടിയായിട്ടൊന്നുമില്ല. പിന്നെ ഇളനീർ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്